ഹായ്, സൈലം ടീച്ചിങ് എക്സാംസിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഗ്രാമറിൻ്റെ കുറച്ച് പോർഷൻസുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയത്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് മാറി വൊക്കാബുലറി പാർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് ധാരാളം പാർട്സ് ഉണ്ടല്ലേ. സിനോണിം, ആന്റോണിം, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ്, ഇഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സ്പെല്ലിംഗ് ചെക്ക്, അങ്ങനെ നിരവധി ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ വൊക്കാബുലറി പോകുന്നത്. അതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന രണ്ട് പാർട്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് സിനോണിം ആന്റോണിമിൻ്റെ ഒരു പാർട്ടും അതുപോലെ തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സാധനമാണ് ഫ്രേസൽ വേർബ്സ് എന്നുള്ളത്. അപ്പോൾ ഫ്രേസൽ വേർബ്സ് നമ്മൾ കുറേ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രവുമല്ല, ഒരു പ്രത്യേകിച്ചൊരു കോഡിലൂടെ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇഡിയംസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും കോഡിലൂടെ ഒക്കെ പഠിക്കാൻ പറ്റും. പക്ഷേ ഫ്രേസൽ വേർബ്സ് നമുക്കങ്ങനെ കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഒരു സെക്ഷനാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രേസൽ വേർബ്സിൽ നിന്നും പുട്ട് എന്ന് പറയുന്ന ആ ഒരു വെർബിൻ്റെ കൂടെ നമുക്ക് ഓരോരോ പ്രിപ്പോസിഷനെയും മാറി മാറി ഉപയോഗിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന മീനിങ്ങുകളിലുള്ള വ്യത്യാസം, എനിക്ക് തോന്നുന്നു ഫ്രേസൽ വേർബ്സിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പുട്ടിനോട് ചേർന്നുള്ള വെർബുകൾ, പുട്ട് ചേർന്നുള്ള ഫ്രേസൽ വേർബ്സ്. അപ്പം നമുക്ക് ഓരോന്നും നോക്കാം. അത് ഓരോന്നും സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് അവിടെ മീനിങ്ങിന് വ്യത്യാസം വരുന്നത് എന്ന് നോക്കാം. അപ്പം നമുക്ക് ആരംഭിക്കാം. ഫ്രേസൽ വേർബ്സ്. ആദ്യത്തെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പുട്ട് ഓൺ. ഏറ്റവും കോമൺ ആയിട്ടുള്ള, പുട്ട് ചേർന്നിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഫ്രേസൽ വെർബാണ് പുട്ട് ഓൺ എന്നുള്ളത്. എന്താണ് പുട്ട് ഓണിൻ്റെ മീനിങ്? എല്ലാവർക്കും നമുക്കറിയാം അല്ലേ, വിയർ, ധരിക്കുക എന്നുള്ളതാണ് പുട്ട് ഓണിൻ്റെ മീനിങ്, ധരിക്കുക എന്നുള്ളതാണ്. സോ നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സെൻറ്റൻസിൽ അതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഷീ പുട്ട് ഓൺ ഹർ കോട്ട് ആൻഡ് വെൻറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അവളുടെ കോട്ട് ധരിച്ചു എന്നിട്ട് പുറത്തേക്ക് പോയി. സോ പുട്ട് ഓൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രേസൽ വെർബാണ്. മീനിങ് വിയർ, ധരിക്കുക എന്നുള്ളതാണ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് പുട്ട് ഓഫ്, OFF, ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പോസ്റ്റ്പോൺ എന്നാണ്. പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് പോസ്റ്റ്പോണിൻ്റെ അർത്ഥം. The meeting was put off due to heavy rain. ഹെവി റെയിൻ കാരണം മീറ്റിംഗ് എന്ത് ചെയ്തു? പുട്ട് ഓഫ് ചെയ്തു, മാറ്റി വെച്ചു എന്നുള്ളതാണ് അർത്ഥം. ദ മീറ്റിംഗ് വാസ് പുട്ട് ഓഫ് ഡ്യൂ ടു ഹെവി റെയിൻ. അപ്പോൾ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോസ്റ്റ്പോൺ എന്നാണ്, മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, പുട്ട് ഔട്ട്. പുട്ട് ഔട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്സ്റ്റിംഗ്വിഷ്. എക്സ്റ്റിംഗ്വിഷ് എന്ന് പറഞ്ഞാൽ അണയ്ക്കുക, തീ അണയ്ക്കുക. അണയ്ക്കുക എന്നുള്ള മീനിങ് ആണ് എക്സ്റ്റിംഗ്വിഷിൻ്റെ. അപ്പോൾ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ അത് അണയ്ക്കുക, എക്സ്റ്റിംഗ്വിഷ് എന്നുള്ള അർത്ഥമുള്ള ഫ്രേസൽ വെർബാണ്. നമ്മളുടെ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഫയർ ഫൈറ്റേഴ്സ് പുട്ട് ദ ഫയർ ഔട്ട്. ഫയർ ഫൈറ്റേഴ്സ് പുട്ട് ദ ഫയർ ഔട്ട് എന്ന് പറഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫയർ ഫോഴ്സിലുള്ളവർ എന്നുള്ളത് നമുക്ക് പറയാം. അവരെന്ത് ചെയ്തു? പുട്ട് ദ ഫയർ ഔട്ട്, തീ അണച്ചു. അതാണ് പുട്ട് ഔട്ട്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രേസൽ വെർബാണ് പുട്ട് ഡൗൺ എന്നുള്ളത്. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 അർത്ഥങ്ങളിൽ അതിനെ ഉപയോഗിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് സപ്രസ് എന്നുള്ളതായിരിക്കും. മൂന്നാമത് എഴുതിയിരിക്കുന്ന ടു സപ്രസ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്, അടിച്ചമർത്തുക എന്നുള്ള മീനിങ്. അതുപോലെ തന്നെ കീപ് ഡൗൺ എന്നും റൈറ്റ് ഡൗൺ എന്നും ടു കിൽ എ ഡേഞ്ചറസ് ആനിമൽ എന്നുള്ളതും എന്തിൻ്റെ മീനിങ് തന്നെയാണ്? പുട്ട് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ മീനിങ് ആണ്. ഓക്കെ, അപ്പം നമുക്കിതിനെ ഓരോന്നും സെൻറ്റൻസിൽ പ്രയോഗിക്കുമ്പോൾ ഈ 4 മീനിങ്ങും നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് പറയാൻ കാരണം, ചിലപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ എപ്പോഴും സപ്രസ് തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പം ആ സെൻറ്റൻസ് ഏത് സാഹചര്യത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് വരും? ആ പുട്ട് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ മീനിങ് മാറി വരും. നോക്കാം നമുക്ക്. ഹീ സ്റ്റോപ്ഡ് ആൻഡ് പുട്ട് ഡൗൺ ഹിസ് ഗൺ. എന്താണ് ഹീ സ്റ്റോപ്ഡ്? അവൻ
ഹി സ്റ്റോപ്ഡ് ആൻഡ് പുട്ട് ഡൗൺ ഹിസ് ഗൺ. അവൻ നിന്നു എന്നിട്ട് എന്ത് ചെയ്തു? അവൻ്റെ ഗൺ താഴത്ത് വെച്ചു. സോ കീപ് ഡൗൺ, താഴെ വെക്കുക, ഇറക്കി വെക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ സെൻറ്റൻസിൽ പുട്ട് ഡൗണിന് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് പുട്ട് ഡൗൺ യുവർ നെയിം ഇൻ ക്യാപിറ്റൽസ്, എഴുതുക. റൈറ്റ് ഡൗൺ എന്നുള്ള മീനിങ് ആണ് ഈ സെൻറ്റൻസിൽ എന്തിനു ഉപയോഗിച്ചിരിക്കുന്നത്? പുട്ട് ഡൗണിന് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ദ മിലിറ്ററി പുട്ട് ഡൗൺ എ റബല്യൻ. ഇവിടെ നമുക്ക് ഏത് മീനിങ് ആണ്? സപ്രസ്, അടിച്ചമർത്തുക എന്നുള്ളതാണ്. മിലിറ്ററി എന്ത് ചെയ്തു? ഒരു റബല്യൻ അടിച്ചമർത്തി. ഇവിടെ നമ്മളുടെ മീനിങ് സപ്രസ് എന്നുള്ളതാണ്. അടുത്തത്, ദേ ബിലീവ് പുട്ടിംഗ് ഡൗൺ ഡോഗ്സ് ഈസ് റോങ്. ഇവിടെ എന്ത് മീനിങ് ആ വന്നിരിക്കുന്നത്? ടു കിൽ ആൻ ആനിമൽ, അല്ലേ? ടു കിൽ എ ഡേഞ്ചറസ് ആനിമൽ എന്നുള്ളതാണ് ആക്ച്വലി അതിൻ്റെ മീനിങ് ആണെങ്കിലും ഡേഞ്ചറസ് എന്നുള്ള വാക്കില്ലെങ്കിൽ പോലും ഒരു ആനിമലിനെ കില്ല് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പുട്ട് ഡൗണിനെ ഉപയോഗിക്കാം. എന്താണ്? ഡോഗ്സിനെ പുട്ട് ഡൗൺ ചെയ്യുക, കില്ല് ചെയ്യുക എന്നുള്ളത് തെറ്റാണെന്ന് അവർ വിശ്വസിക്കുന്നു. ദേ ബിലീവ് പുട്ടിംഗ് ഡൗൺ ഡോഗ്സ് ഈസ് റോങ്. അപ്പോൾ പുട്ട് ഡൗൺ എന്നുള്ള ഫ്രേസൽ വെർബിന് ടു സപ്രസ് എന്ന് മാത്രമല്ല മറ്റുള്ള 3 അർത്ഥങ്ങളുമുണ്ട്. അത് നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് മാറി വരും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. പുട്ട് എസൈഡ്. പുട്ട് എസൈഡ് എന്ന് പറഞ്ഞാൽ ടു കീപ് ഓർ സേവ്, ശേഖരിച്ചു വെക്കുക, സമ്പാദിച്ചു വെക്കുക, സേവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പുട്ട് എസൈഡിനെ ഉപയോഗിക്കുന്നത്. വി പുട്ട് സം മണി എസൈഡ് എവറി മന്ത് ഫോർ അവർ റിട്ടയർമെൻറ്റ്. എന്താണ്? നമ്മളുടെ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മാസവും കുറച്ച് മണി എന്ത് ചെയ്യാറുണ്ട്? മാറ്റി വെക്കാറുണ്ട്, സേവ് ചെയ്ത് വെക്കാറുണ്ട്. വി പുട്ട് സം മണി എസൈഡ് എവറി മന്ത് ഫോർ അവർ റിട്ടയർമെൻറ്റ്. ഓക്കെ, അടുത്തത് പുട്ട് ഫോർവേഡ്. പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? മുൻപോട്ട് വയ്ക്കുക, ഒരാശയം അതിനെ മുൻപോട്ട് വയ്ക്കുക, അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പുട്ട് ഫോർവേഡ് പറയുന്നത്. പ്ലീസ് പുട്ട് ഫോർവേഡ് യുവർ സജഷൻസ്. നിങ്ങളുടെ സജഷൻസ് മുൻപോട്ട് വയ്ക്കുക, അവതരിപ്പിക്കുക. സജസ്റ്റ് ആൻ ഐഡിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുട്ട് ഫോർവേഡ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയാലോ. അടുത്തതാണ് പുട്ട് അപ്പ്. പുട്ട് അപ്പ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അപ്പ് എന്നുള്ള മീനിങ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം ടു റേസ്, ഉയർത്തുക എന്നുള്ളതാണ്. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടു റേസ്, ഉയർത്തുക. ദേ പുട്ടപ്പ് എ ഫ്ലാഗ്. അവരൊരു ഫ്ലാഗ് ഉയർത്തി എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത്. പുട്ട് അപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുട്ടപ്പിന് മറ്റൊരു ഐഡിയയും കൂടിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥം കൂടി എന്തുണ്ട്? പുട്ട് അപ്പിനുണ്ട്. സെന്റൻസ് നോക്കിക്കേ. ദേ പുട്ടപ്പ് എ പ്രപ്പോസൽ. അവരൊരു പ്രപ്പോസൽ സജസ്റ്റ് ചെയ്തു, മുന്നോട്ട് വെച്ചു, നിർദ്ദേശിച്ചു എന്നുള്ള മീനിങ്ങിലും നമുക്ക് ആരെ ഉപയോഗിക്കാവുന്നതാണ്? പുട്ട് അപ്പിനെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ടു ബിൽഡ് സംതിങ്, എന്തെങ്കിലും പടുത്തുയർത്തുക, നിർമ്മിക്കുക, ക്രിയേറ്റ് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ആരെ ഉപയോഗിക്കാം? പുട്ടപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിനെ ഉപയോഗിക്കാവുന്നതാണ്. സെന്റൻസ് നോക്കിക്കേ. മൈ നെയ്ബർ പുട്ടപ്പ് എ ഫെൻസ്. എൻ്റെ നെയ്ബർ ഒരു ഫെൻസ് പുട്ടപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ഫെൻസ് ബിൽഡ് ചെയ്തു. ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മതില്, വേലി എന്നൊക്കെ പറയും അല്ലേ? അതിനെയാണ് നമ്മൾ ഫെൻസ് എന്ന് പറയുന്നത്, കവറിങ്. സോ എൻ്റെ നെയ്ബർ എന്ത് ചെയ്തു? ഒരു ഫെൻസ് പുട്ടപ്പ് ചെയ്തു. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഏതാണ്? ബിൽഡ് എന്നുള്ള അർത്ഥമാണ്. ദെൻ അടുത്ത മീനിങ് എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കുക എന്നുള്ള മീനിങ്ങിലും നമുക്ക് ആരെ ഉപയോഗിക്കാം? പുട്ടപ്പിനെ ഉപയോഗിക്കാവുന്നതാണ്. ടു ഫിക്സ് സംതിങ് ഇൻ എ പ്ലേസ്. സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഹി പുട്ടപ്പ് എ നോട്ടീസ് ഓൺ ദ വോൾ. അവൻ എന്താ ചെയ്തത്? വോളിൽ ഒരു നോട്ടീസ് പുട്ടപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്തു. അപ്പം എവിടെയെങ്കിലും ഒരു സാധനം എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്നതിനും നമുക്ക് എന്ത് പറയാം? പുട്ട് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടു സ്റ്റേ സംവെയർ അറ്റ് നൈറ്റ്. നമ്മളൊരു രാത്രിയിൽ എവിടെയെങ്കിലും തങ്ങുക,
ഒരു രാത്രിയിലേക്ക് വേണ്ടി എവിടെയെങ്കിലും തങ്ങുക എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ആരെ ഉപയോഗിക്കാം? പുട്ടപ്പ് എന്നുള്ള ഫ്രേസൽ വെർബിനെ കൊടുക്കാവുന്നതാണ്. വി പുട്ടപ്പ് അറ്റ് എ ഹോട്ടൽ. നമ്മൾ ഒരു സെന്റൻസ് പറയുവാണ് വി പുട്ടപ്പ് അറ്റ് എ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഞങ്ങൾ രാത്രി ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു, താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തു എന്നുള്ള മീനിങ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളൊരു ഹോട്ടലിൽ ബിൽഡ് ചെയ്തു, ഉയർത്തി എന്നുള്ളതല്ല. താൽക്കാലികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു നൈറ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ആരെ ഉപയോഗിച്ചിരിക്കുന്നത്? പുട്ട് അപ്പിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പുട്ടപ്പ് വിത്ത്. പുട്ടപ്പ് വിത്ത് ഓൾറെഡി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. എന്താണ്? ടോളറേറ്റ്, സഹിക്കുക എന്നുള്ളതാണ് അല്ലേ? ഏറ്റവും കൂടുതൽ തവണ പുട്ട് ചേർന്ന് വരുന്ന ഫ്രേസൽ വെർബ്സിൽ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് പുട്ടപ്പ് വിത്ത്. അപ്പോൾ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടോളറേറ്റ്, സഹിക്കുക. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഇറ്റ് എനി ലോങ്ങർ. ഇനിയും കൂടുതൽ എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല? സഹിക്കാൻ പറ്റത്തില്ല. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഇറ്റ് എനി ലോങ്ങർ. ഇനിയും എനിക്കിതിനെ സഹിക്കാൻ പറ്റില്ല എന്നുള്ള മീനിങ് ആണ് പുട്ടപ്പ് വിത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതോ, അടുത്ത ഫ്രേസൽ വെർബാണ് പുട്ട് ബൈ. പുട്ട് ബൈ മീൻസ് ടു സേവ് മണി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ശേഖരിച്ചു വെക്കുക, സമ്പാദിച്ചു വെക്കുക. കീപ് എസൈഡ് എന്നുള്ള മീനിങ് തന്നെയാണ് ആർക്കും കിട്ടുന്നത്? പുട്ട് ബൈക്കും കിട്ടുന്നത്. ഐ ആം പുട്ടിംഗ് ബൈ പാർട്ട് ഓഫ് മൈ വേജസ് എവരി വീക്ക് ടു ബൈ എ ബക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ ആം പുട്ടിംഗ് മൈ പാർട്ട് ഓഫ് മൈ വേജസ്. ഐ ആം പുട്ടിംഗ് ബൈ പാർട്ട് ഓഫ് മൈ വേജസ് എവരി വീക്ക് ടു ബൈ എ ബൈക്ക്. ഒരു ബൈക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വേജസ്, എൻ്റെ ശമ്പളത്തിൽ നിന്ന്, എൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരു പാർട്ട് ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പുട്ടപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു ബൈക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? സേവ് ചെയ്യുന്നുണ്ട്, നീക്കി വെക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് നോക്കിയാലോ. പുട്ട് എക്രോസ്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടു കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് പുട്ട് എക്രോസ് എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ മീനിങ്. ഷീ ഈസ് നോട്ട് വെരി ഗുഡ് അറ്റ് പുട്ടിംഗ് ഹർ വ്യൂസ് എക്രോസ്. എന്താണ്? ഷീ ഈസ് നോട്ട് വെരി ഗുഡ് അറ്റ് പുട്ടിംഗ് ഹർ വ്യൂസ് എക്രോസ്. തൻ്റെ വ്യൂസ്, തൻ്റെ അഭിപ്രായങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അവൾ അത്ര എന്തല്ല? ഗുഡല്ല. അവൾ അത്ര എന്താണ്? കേപ്പബിൾ അല്ല എന്നാണ് പറയുന്നത്. ടു കമ്മ്യൂണിക്കേറ്റ്, കൺവേ ഐഡിയ. ദെൻ അടുത്തതാണ് പുട്ട് ആൻ എൻഡ് ടു. അതിൻ്റെ അർത്ഥം ആ എൻഡ് എന്നുള്ള മീനിങ് തന്നെയാണ് സ്റ്റോപ്പ്, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പുട്ട് ആൻ എൻഡ് ടു എന്നുള്ളതിൻ്റെ മീനിങ്. ഹൗ ക്യാൻ വി പുട്ട് ആൻ എൻഡ് ടു ദ ഫൈറ്റിംഗ്. ഈ ഒരു വഴക്കിന്, ഈ ഒരു ഫൈറ്റിങ്ങിന് നമ്മൾ എങ്ങനെ നമ്മൾ ആ ഫൈറ്റിനെ സ്റ്റോപ്പ് ചെയ്യും? ഹൗ ക്യാൻ വി പുട്ട് ആൻ എൻഡ് ടു ദ ഫൈറ്റിംഗ്. ഫൈറ്റിങ്ങിനെ നമ്മൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് പുട്ട് ആൻ എൻഡ് ടു എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ പുട്ട് ചേർന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ഫ്രേസൽ വെർബ്സുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി. ഓരോ സെൻറ്റൻസിലും ചിലതിനൊക്കെ നമുക്ക് എന്തുണ്ട്? 2-3 സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ അത് നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിനെന്ത് വരുന്നത്? ആ മീനിങ്ങിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നിനും എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോവുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ, ബൈ ഓൾ. താങ്ക് യു.